പഹൽഗാം ഭീകരാക്രമണ ഗൂഢാലോചന സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരികയാണ്. ആക്രമണോദ്ദേശം രഹസ്യമായി സൂക്ഷിക്കാൻ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ലഷ്കർ ഇ തോയ്ബ കമാൻഡർക്ക് നിർദ്ദേശം നൽകിയെന്നാണ് വിവരം. കമാൻഡർ സാജിദ് ജട്ടിനാണ് നിർദ്ദേശം നൽകിയത്. വിവരങ്ങൾ നൽകാനായി ഐസൺ ഉണ്ട്. ഐസൺ, എന്തൊക്കെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്? രാഖി, ഏറെ നിഗൂഢമായ നിരവധി രഹസ്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തുവരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില വിവരങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അതീവ ഗുരുതരമായ ചില വിഷയങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കാശ്മീരിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തു നിന്നുള്ള ഭീകരരെ ആരെയും ഉൾപ്പെടുത്തേണ്ടതില്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ അല്ലെങ്കിൽ പഹൽഗാം ആക്രമണത്തിൽ എന്ന് കൃത്യമായൊരു തീരുമാനം ഇന്റർ സർവീസസ് ഇന്റലിജൻസ് എടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായും ഗൗരവതരമായും പുറത്തു വരുന്ന ഒരു വാർത്ത. നമുക്കറിയാവുന്നതാണ്, ഇന്റർ സർവീസസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ചാരസംഘടനയാണ്. ഭാരതത്തിൽ നടക്കുന്ന മുഴുവൻ ഭീകരപ്രവർത്തനങ്ങൾക്കും പാകിസ്ഥാൻ പിന്തുണ നൽകുന്നത് ഈ സംവിധാനം വഴിയാണ്. ആ സംവിധാനത്തിന്റെ ഷേഡോ സംവിധാനങ്ങൾ വഴിയാണ് ഭാരതത്തിലെ ഭീകരപ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ പണം ലഭ്യമാക്കുന്നതും എല്ലാ തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്തുണ ലഭ്യമാക്കുന്നതും ഇതേ പ്രവർത്തനങ്ങൾ വഴിയാണ്. ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന വളരെ കൃത്യമായി സാജിദ് ജട്ട്, അതായത് ഈ ലഷ്കർ ഇ തായിബയുടെ കമാൻഡർക്ക് നിർദ്ദേശം നൽകിയതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതീവ രഹസ്യമായി ഈ വിഷയം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ പൗരനായ അല്ലെങ്കിൽ പാകിസ്ഥാനികൾ മാത്രം ഇടപെട്ടാൽ മതി എന്നൊരു നിർദ്ദേശമാണ് നൽകുകയും സുലൈമാൻ എന്നുൾപ്പെടെയുള്ള, നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഒരു പാകിസ്ഥാൻ കമാൻഡർ ആയിരുന്നു, പാകിസ്ഥാൻ സായുധ സേനയിലെ കമാൻഡർ ആയിരുന്ന അയാളെ തന്നെ ഈ ഭീകരപ്രവർത്തനത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. അയാളോടൊപ്പം വന്ന 2 ഭീകരരും പാകിസ്ഥാൻ ഒറിജിനാണ്, പാകിസ്ഥാൻകാരാണ്. അവർ 2022 അതിർത്തി കടന്നെത്തിയിട്ടുണ്ട് എന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഈ സുലൈമാൻ എന്ന് പറയുന്ന ഭീകരനെ ഭാരതത്തിലേക്ക് ഭീകരപ്രവർത്തനത്തിനായി അയക്കുമ്പോൾ നൽകിയിരുന്ന ഏറ്റവും പ്രധാനമായ നിർദ്ദേശം അതീവ രഹസ്യമായി ഈ വിഷയം സൂക്ഷിക്കണമെന്നായിരുന്നു. നമുക്ക് അറിയാവുന്നതാണ്, ഇയാൾ പരിശീലനം നേടിയത് ഭാരതം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്തെറിഞ്ഞ മുർഡിഗെ എന്ന് പറയുന്ന ആ ഭീകര പരിശീലന കേന്ദ്രത്തിലാണ്. ലഷ്കർ ഇ തോയ്ബയുടെ ഭീകര പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം നേടിയ ഭീകരനാണ് ഇയാൾ. ഈ ഭീകരനെ കൃത്യമായും ഇവിടേക്ക് അയക്കുന്നത് അത് രഹസ്യമായി സൂക്ഷിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടായിരുന്നു എന്നായിരുന്നു ഒരു പ്രധാനമായ വിവരം പുറത്തു വരുന്നത്. മാത്രമല്ല മറ്റു പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിലേറ്റവും സുപ്രധാനമായത് മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, 2023 നടന്ന പൂഞ്ചിൽ നടന്ന സൈനിക വ്യൂഹത്തിന് നേരെ നടന്ന, സൈനിക വാഹനത്തിന് നേരെ നടന്ന ആ മൈൻ ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ട്. ഈ ഭീകരൻ സുലൈമാൻ എന്ന് പറയുന്ന ഭീകരന് പങ്കുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മറ്റൊരു സുപ്രധാന വിഷയം നമുക്കറിയാവുന്നതാണ്, ഈ വെടിവെപ്പ് നടത്തിയതിനു ശേഷം ഭീകരരെല്ലാം തന്നെ ഒളിക്കാൻ പോയത് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയത് ത്രാൽ വനമേഖലയിലേക്കാണ്. അത് കുറെ കൂടി ഈ ബൈസറൻ വാലിയുടെ പരിസരത്ത് തന്നെയുള്ള ത്രാൽ വനമേഖലയിലേക്ക് ഒളിച്ചു കടന്നു എന്നാണ് അന്ന് തന്നെ വിവരങ്ങൾ ലഭിച്ചതും ഇന്റലിജൻസ് വിവരങ്ങളും പുറത്തു വന്ന വിവരങ്ങളെല്ലാം തന്നെ അത്തരത്തിലായിരുന്നു. ഈ ത്രാൽ വനമേഖലയിൽ ആഴ്ചകൾക്ക് മുമ്പ്, അതായത് ഏപ്രിൽ 15 തന്നെ പഹൽഗാം ഭീകരാക്രമണ ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്ത് വരുന്നത്. ആക്രമണോദ്ദേശം രഹസ്യമായി സൂക്ഷിക്കാൻ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ലഷ്കർ ഇ തോയ്ബ കമാൻഡർക്ക് നിർദ്ദേശം നൽകിയെന്ന വിവരമാണ് ലഭിക്കുന്നത്. കമാൻഡർ സാജിദ് ജട്ടിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നു. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.